കലോത്സവ വേദിയുടെ പേര് വിവാദത്തിന് വിരാമം. പ്രതിഷേധങ്ങൾക്കൊടുവിൽ കലോത്സവ വേദിക്ക് താമരയുടെ പേര് നൽകി സർക്കാർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 15ാമത്തെ വേദിക്കാണ് താമരപ്പൂവിന്റെ പേര് നൽകിയത്. കലോത്സവ വേദികൾക്ക് പുഷ്പങ്ങളുടെ പേര് നൽകിയപ്പോൾ ദേശീയ പുഷ്പത്തെ ഒഴിവാക്കിയത് വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. ദേശീയ പുഷ്പത്തിന്റെ പേര് കലോത്സവ വേദിക്ക് നൽകാനെടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി BJP. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദികൾക്ക് ഇക്കുറി പുഷ്പങ്ങളുടെ പേരാണ് നൽകിയത്. 25 വേദികൾക്ക് 25 പുഷ്പങ്ങളുടെ പേര് നൽകിയപ്പോൾ ദേശീയ പുഷ്പമായിട്ടുള്ള താമരയെ ഒഴിവാക്കിയിരുന്നു. ഇതിന് കാരണമായി വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ മറുപടി രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമായതുകൊണ്ടാണ് താമരയെ ഒഴിവാക്കേണ്ടി വന്നതെന്നാണ്. എന്നാൽ ഈ നടപടിക്കെതിരെ BJP വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. ഇന്നലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഗ്രീൻ പ്രോട്ടോകോൾ വിശകലന യോഗവേദിയിലേക്ക് യുവമോർച്ച താമരപ്പൂക്കളുമായി എത്തി പ്രതിഷേധിച്ചിരുന്നു. പ്രതിഷേധം ശക്തമായ പശ്ചാത്തലത്തിൽ താമരപ്പൂവിനെ ഒഴിവാക്കിയ നടപടി വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും പിൻവലിച്ചിരിക്കുകയാണ്. വിവാദരഹിതമായി കലോത്സവം നടത്തുന്നതിനു വേണ്ടിയാണ് താമരപ്പൂവിന്റെ പേരുകൂടി വേദിയിലേക്ക് ഉൾപ്പെടുത്തുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. ഇതിന്റെ ഭാഗമായി 15ാമത്തെ വേദിക്ക് താമരയുടെ പേര് നൽകി. എല്ലാ പുഷ്പങ്ങളെയൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇതിനൊരു നേരത്തെ തന്നെ വിവേക ബുദ്ധിയോടെ വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരമൊരു തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന്റെ തുടക്കത്തിലുള്ള വിവാദം ഒഴിവാക്കാമായിരുന്നുവെന്ന് BJP എറണാകുളം മേഖലാ പ്രസിഡന്റ് A. നാഗേഷ് പറഞ്ഞു. എന്തായാലും കേരള കലോത്സവം നല്ല രീതിയിൽ നടക്കാൻ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ഈ നീക്കത്തെ ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യുന്നു. അമൃത ന്യൂസ്, തൃശൂർ.